ഈ പ്ലാന്റ് ഹാങ്ങർ എങ്ങനെയുണ്ടെന്ന് നോക്കിയോ കൂട്ടുകാർ. ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇത് മാക്രമേ ത്രെഡാണ്, കോട്ടൺ ത്രെഡ്. ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് പ്ലാസ്റ്റിക് കയറും കൊണ്ട് ഇത് ചെയ്യാം. യൂബീസ് ക്രിയേറ്റീവ് ഹബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ്. അതായത് പ്ലാന്റ് ഹാങ്ങർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ഹാങ്ങർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ബാൽക്കണിയിലൊക്കെ പ്ലാന്റ് ഹാങ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയും അതുപോലെ തന്നെ നനയാത്ത രീതിയിൽ ഇടാൻ വേണ്ടിയുള്ള ഇത് പ്രത്യേക മാക്രമേ ത്രെഡാണിത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അത് നോക്കാം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ത്രെഡ്, മാക്രമേ ത്രെഡാണ്. ഇഷ്ടമുള്ള നൂല് ഉപയോഗിക്കാം, പ്ലാസ്റ്റിക് കയറും ആവാം. ഇതൊരു വളയം, ഒരു ടേപ്പ്, ഒരു കത്രിക. ഈ വളയത്തിന് പകരം സ്റ്റീലിൻ്റെ റിങ് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അതായാലും മതി. പിന്നെ ഇതാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇതൊക്കെ നമുക്ക് ഓൺലൈൻ വാങ്ങാം കേട്ടോ, കടയിലുണ്ട്, ഓൺലൈനായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഞാനിവിടെ 6 പീസ് 80 ഇഞ്ച് നീളത്തിൽ, അത് 100 ഇഞ്ച് വരെ ആകാം കേട്ടോ. 90-ഓ 100-ഓ എന്നപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ 6 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് തുല്യ അളവിൽ. പിന്നെ ഈ വളയം നമ്മൾ ആദ്യം ഇവിടെ ഒരു കൊളുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കൊളുത്തിൽ ഇട്ടിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. നിലത്ത് വെച്ച് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു കൊളുത്ത് തൂക്കിയിട്ടിട്ട് ജനൽ കമ്പി ആയാലും മതി, ജനലിൻ്റെ കമ്പിയിൽ കെട്ടിയിട്ടിട്ട് ചെയ്യാം. ഞാനിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്ട് ഇങ്ങനെ ചെയ്യാണ്. എൻ്റെ ഊഞ്ഞാലെടുത്ത് മാറ്റി വെച്ചിട്ട് ആ കൊളുത്തിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ വളയത്തിൽ കൂടെ 6 പീസ് നമ്മൾ ഇട്ട് കൊടുത്ത് തുല്യ അളവിലാണ്, തുല്യമായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒത്തിരി വെറുതെ വേസ്റ്റ് ആവും. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഗ്യാദർ ചെയ്യണം. അതുകൊണ്ട് 6 6 12 ആണല്ലോ. ഇപ്പം മടങ്ങി വന്നപ്പോൾ 12 പീസായിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഒരു ലൂപ്പ്, അതായത് റാപ്പ് നോട്ട് എന്ന് പറയുന്നത്, നമ്മൾ സ്കൗട്ട് ഗൈഡുകാർക്കൊക്കെ അറിയാം. നമ്മൾ ടെൻ്റൊക്കെ അടിക്കുമ്പോൾ ഇത് ഈ നോട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒന്ന് വളച്ച് വെച്ചിട്ട് ഒരു കൊളുത്ത് പോലെ ഇട്ടിട്ട് ഇങ്ങ് ചുറ്റിയെടുത്താൽ മതി. മുകളിൽ എൻഡ് നിർത്തണം. ഇവിടെ കാണിക്കാം, ഇതാ ഇങ്ങനെ. ഇനി ഏത് സൈഡിൽ കൂടെയും ചുറ്റാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ കൂടെ ചുറ്റാം. ചുറ്റിയെടുത്തിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആ എൻഡ് നമ്മുടെ താഴത്തെ കൊളുത്ത് പോലുള്ള സംഭവമല്ലേ, അതിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കണം. വലിച്ചു പിടിച്ചിട്ട് മുകളിലത്തെ എൻഡിൽ കൂടെ താഴത്തെ എൻഡും കൂടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ മതി. നല്ല മുറുക്കമുള്ള ഒരു കെട്ടായി ഇവിടെ. ഇനി നമുക്കറിയാം 2 സൈഡും ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് കളയാം, അഴിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ നമ്മൾ ആ എൻഡ് കട്ട് ചെയ്യാൻ പോവാണ്. ഇനി മുകളിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കത്രിക ഉപയോഗിച്ചത് ഉള്ളിലേക്ക് അങ്ങ് കയറ്റി വെച്ച് കൊടുത്താൽ മതി. അത് റാപ്പ് നോട്ട് കെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്ന നോട്ടിൻ്റെ പേര് ലാർക്ക് ഹെഡ് നോട്ടാണ്. ഉണ്ടോ? അത് ആ നോട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരുവാണേ, മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടി. ഇതാ ആ 4 പീസിൽ ഒരു എൻ്റെ അടുത്ത് ഇങ്ങനെ മടക്കി ഇങ്ങനെ എൻ്റെ മുകളിൽ കൂടെ വെച്ചു. എന്നിട്ട് 4ാമത്തെ പീസ് എടുത്ത് എൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് വലിച്ചെടുക്കുകയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ കെട്ടിൻ്റെ പകുതിയായി. ഇനി തിരിച്ചു അങ്ങനെ തന്നെ ചെയ്യണം. ദാ ഇങ്ങനെ വെച്ചു, ഇതിൽ അടിയിൽ കൂടെ എടുത്തു, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. ഇപ്പോൾ ഒരു കെട്ട് പൂർത്തിയായി. ആ കെട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി സെപ്പറേറ്റ് കാണിച്ചതേ ഉള്ളൂ. ഇതാണ് കെട്ടിൻ്റെ രൂപം. ഇനി നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക, ഒരു 12 സെൻറ്റിമീറ്റർ ഇഞ്ചായിട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. സെൻറ്റിമീറ്ററും ആവാം, 12, 10, 15 വരെ ആവാം. വലിയ നീളമുള്ള പോട്ടൊക്കെ, അല്ലെങ്കിൽ കുറച്ച് എന്താ വട്ടത്തിലുള്ള പോട്ടില്ലേ, അതൊക്കെ ആണെങ്കിൽ ഒരു 15 എടുക്കണം. അപ്പോഴേ ഉള്ളൂ നമുക്ക് ശരിക്കും പോട്ടയിൽ കൂടെ കടത്താൻ പറ്റുള്ളൂ. അപ്പോൾ 4 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ 3 എണ്ണം ഉണ്ടല്ലോ, 4, അതായത് 12 എണ്ണത്തിൽ 4 പീസ് വെച്ച്. അപ്പോൾ ഏറ്റവും ചേർന്ന് കിടക്കുന്ന 4 പീസ് വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ നമ്മൾ നമ്മുടെ ലാർക്ക് നോട്ട് കെട്ടുകയാണ്. അപ്പോൾ പകുതിയായി. മറ്റേ സൈഡിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ എടുത്ത് വളച്ചു വെച്ചു. അതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോയി ആ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. എന്നിട്ട് 2 അറ്റം പിടിച്ച് വലിക്കണം. അപ്പോൾ നമ്മുടെ നോട്ട് പൂർത്തിയായി. ഇനി നമുക്ക് അതുപോലത്തെ 2 കെട്ടും കൂടെ കെട്ടണം. രണ്ടാമത്തെ 4 പീസ് എടുക്കണം. ചേർന്ന് ഇരിക്കുന്നത് 4 എണ്ണമാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ലെങ്ത് കറക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കണം. വേണമെങ്കിൽ ടേപ്പ് കൊണ്ട് അളന്ന് ഉറപ്പ് വരുത്താം. ഇതാ കെട്ടിൻ്റെ പകുതിയായി. മറ്റേ സൈഡും കെട്ടിക്കൊടുക്കാം. അടുത്തതും പൂർത്തിയായി. ഇനി ഒരു 4 കൂടെ ഉണ്ട്. അതും കൂടെ അതുപോലെ ചെയ്യാം. ലെവൽ നോക്കണം, ഒപ്പമാണ്, ഇല്ലെങ്കിൽ അഴിച്ച് ശരിയാക്കണം. അപ്പോൾ അത് പൂർത്തിയായി. ഇനി കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 എണ്ണം കൂടെ ജോയിൻ്റ് ആകത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. ആ 4 പീസ് എടുക്കുമ്പോൾ ആ സെൻറ്ററിൽ നിന്ന് ഉള്ള ഒരെണ്ണത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരെണ്ണത്തിൻ്റെ അരികിൽ നിന്ന് 2ഉം മറ്റേതിൻ്റെ അരികിൽ നിന്ന് 2ഉം അപ്പോൾ ആകുമ്പോൾ അത് 2ഉം കൂടെ അപ്പോൾ ജോയിൻ്റ് ആയിക്കോളും. ഇനി നമ്മളൊരു 3-4 സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ട് ചെയ്താൽ മതി. സെൻറ്റിമീറ്റർ അല്ല, ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും സെൻറ്റിമീറ്റർ പറഞ്ഞ് ഇഞ്ച് പറയുമ്പോൾ കുറച്ച് ഉണ്ടോ. ആ കെട്ട് തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. അടുത്തത് എടുക്കുമ്പോൾ അതുപോലെ തന്നെ 2 കൂടെ ജോയിൻ്റ് ആകുന്ന രീതിയിൽ എടുക്കണം. അപ്പം നിങ്ങൾക്കിത് കൂട്ടുകാർക്കോ അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കോ ഒക്കെ ഉണ്ടാക്കി സമ്മാനിച്ചാൽ അവർക്കൊക്കെ വലിയ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റ് നമ്മൾ ചെയ്യുകയാണ്. 3-ാമത്തെ സെറ്റാണേ. അത് ചെയ്യുമ്പോൾ അറിയാമല്ലോ, അത് നമുക്കത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ജോയിൻ്റായിട്ട് ചെയ്തു പോകണം, ജോയിൻ്റായിട്ട് വരുന്ന രീതിയിൽ. വണ്ടി ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിൻ്റെ സൗണ്ട് വരുന്നുണ്ട്, ക്ഷമിക്കുക. ഇതാ നമ്മുടെ ഇത് പൂർത്തിയാവുകയാണേ. ഇത്രേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് ഹാങ്ങറിൻ്റെ പണി. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇതാ നമ്മുടെ ഇനി നമുക്ക് പോട്ട് വെച്ച് കൊടുത്ത് നോക്കാം. ഇഷ്ടമുള്ള പോട്ട് വയ്ക്കാം കേട്ടോ. റൗണ്ടിലുള്ളത് വയ്ക്കാം, ഇത്തിരി ഹൈറ്റുള്ളത് വയ്ക്കാം, എങ്ങനെയായാലും അത് നമ്മൾ അതനുസരിച്ച് വേണം. കയറിൻ്റെ നീളം എടുക്കുമ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുമ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്താ പറയുക വീഡിയോ ചെയ്യാനുള്ള പ്രേരണ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം കെട്ടിയ ഹാഫ് നോട്ടില്ലേ, ലൂപ്പ്, അത് കെട്ടിക്കൊടുക്കുകയാണ്.
നമ്മൾ 2 പീസ് ഈ 25 ഇഞ്ച് നീളത്തിൽ 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയെന്നൊരു സംശയമുണ്ട്. 20 25 ഇഞ്ച് നീളത്തിൽ ഇതുപോലത്തെ 2 പീസും കൂടി എടുക്കണം. താഴെ ഒരു കെട്ട്, മുകളിലൊരു കെട്ട്. അപ്പോൾ 80 ഇഞ്ചിൻ്റെ 6 പീസും 25 ഇഞ്ചിൻ്റെ 2 പീസും. അത്രയും വേണം നമുക്ക് ഒരു ഹാങ്ങർ ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അറ്റം ഒന്ന് തുല്യമാകുന്ന രീതിയിൽ എത്ര മാത്രം താഴോട്ട് കിടക്കണോ അതനുസരിച്ച് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് കളയണം. എത്ര ആൾ നമ്മൾ കെട്ടിക്കഴിയുമ്പോൾ അല്പം കയറി ഇറങ്ങിയൊക്കെ വരും. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള ഈസി ആയിട്ടുള്ള പ്ലാന്റ് ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള പ്ലാന്റ് നമുക്ക് വെച്ച് കൊടുക്കാം. ബാൽക്കണിയിലൊക്കെ തൂക്കിയിട്ടാൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണേ. കണ്ടോ, ഇനി നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഇതിനകത്തേക്ക്. ഇത് സാൻസവേരിയുടെ ഒരു വെരിഗേറ്റഡ് ആണ്. കുറച്ച് ഹാങ്ങി ആയിട്ട് കിടക്കുന്ന മണി പ്ലാന്റൊക്കെ വെച്ചാൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വീണ്ടും വരാം. അതുപോലെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.